ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് റെസിപ്പീസും കാര്യങ്ങളും, അതായത് ലഞ്ച് ബോക്സിലേക്കും സ്നാക്സ് ബോക്സായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്നതും, ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറീൻ്റെ റെസിപ്പിയും, പിന്നെ നമുക്ക് കയ്പ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വറ്റലിൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ OTGനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്പം തന്നെ മറന്നു പോകാതെ എല്ലാം ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഗ്രീൻ പീസ് കറീൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള പട്ടാണിക്കടല, അതായത് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് കറാമ്പട്ടയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് കുക്കറിൽ വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിലിട്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ സ്നാക്സിന് വേണ്ടിയിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്നാക്സ് ബോക്സ് റെസിപ്പിയൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് ഇൻക്ലൂഡ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ മാരിനേറ്റ് ചെയ്യാം കേട്ടോ. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ചില്ലി സോസും സോയ് സോസും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ കറിക്കോ മറ്റുള്ള ആവശ്യങ്ങൾക്കോ ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് അതിലുള്ള ബോൺലെസ് പീസ് ഇതുപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്നാക്സിനൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഹക്ക നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഷോപ്പിൽ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. കഴിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ വീട്ടിലും അങ്ങനെ ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്കും കോമ്പിനേഷനായിട്ട് ഒന്നൊക്കെ ചപ്പാത്തിയോ പൂരിയോ ഒക്കെ വേണം. അപ്പോൾ രാവിലെ തന്നെ പൂരി വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ചപ്പാത്തിയിലേക്ക് നിന്നത് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ചപ്പാത്തി കുഴക്കാനും ഉണ്ടാക്കാനും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഈ നൂഡിൽസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പാസ്ത വേവിക്കുന്ന പോലെ തന്നെ കേട്ടോ. പക്ഷേ ഇതിന് അത്ര ടൈം വേണ്ട, 4 മിനിറ്റ് കൊണ്ട് വെന്ത് കഴിയും. ഇനി ഇതാ നമ്മൾ വെന്ത് വന്നിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമുക്കറിയാം സ്കൂളിലെ ദിവസമാണ്, തിരക്കാണ്. അതിൻ്റെ കൂടെ ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിൽ ഞാൻ പെട്ടെന്ന് വിസിലടുപ്പിച്ചെടുക്കുകയും ചെയ്ത്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ അത് കൂടുതലായിട്ട് ലൂസായി പോവുകയും ചെയ്ത് ആ ഒരു ഗ്രീൻ പീസ് ഒന്നും വെന്തളിഞ്ഞ് പോയില്ല കേട്ടോ. അത് അതുപോലെ ഇങ്ങനെ കട്ടിയിൽ നിൽക്കുകയാണ്. ഇനി രണ്ടാമതൊന്നും എനിക്ക് വിസിലടുപ്പിച്ചെടുക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ അന്നത്തെ കറി അങ്ങനെ ഒന്ന് കൊളായിപ്പോയി കേട്ടോ. അപ്പോൾ സാധാരണ ഇത് ഞാൻ ഉണ്ടാക്കലുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇതിലേക്ക് നമുക്ക് താളിപ്പ് വേണമെങ്കിൽ ചേർക്കാം, അതായത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കേട്ടോ. അല്ലാതെ കടുകിട്ട് പൊട്ടിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ താളിപ്പൊന്നും ചേർക്കില്ല, കറി കൊളായപ്പോൾ തന്നെ ആ മൂട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാ നമ്മളെ നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്നുണ്ട് കേട്ടോ. അതിന് കൂടെ തന്നെ ഞാൻ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഒന്ന് ഫ്രൈ ആക്കാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ചെടുത്താൽ മതി. ഓവർ ഫ്രൈ ആക്കിയിട്ട് നല്ല ഹാർഡാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു കടായിൽ ഓയിൽ ചൂടാക്കി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത സ്മെല്ല് വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കേണ്ട. അതിൻ്റെ കൂടെ ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ചേർക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, കുട്ടികൾക്ക് കഴിക്കണം നമുക്ക് ആഗ്രഹമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബീൻസും ക്യാപ്സിക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് ചേർത്തു. വേണമെങ്കിൽ മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കന് പകരം അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി പ്രോട്ടീനായിട്ട് നമ്മൾ ചിക്കൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കന് പകരം വേണമെങ്കിൽ നമുക്ക് മുട്ട ചേർക്കാം, രണ്ടും ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല സോട്ടേ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് വാടി പോണ്ട, ചെറുതായിട്ട് കടിക്കുന്ന രീതിയിലാക്കി വെക്കാം കേട്ടോ.
അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ. നൂഡിൽസ് ഒരിക്കലും ഒരു ഹെൽത്തി ഓപ്ഷൻ അല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ടേസ്റ്റ് മേക്കർ ആ ഒരു പൗഡർ ഉണ്ടല്ലോ, മസാല പൗഡർ, അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് തീരെ ഹെൽത്തി അല്ലാതാവുന്നത്, അതിലുള്ള ആ ഒരു MSG കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വാങ്ങിക്കാത്ത ഇതുപോലെ ഹക്ക നൂഡിൽസ് വാങ്ങിച്ചിട്ട് മക്കൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി ഞാൻ വേവിച്ച് വെച്ച ആ നൂഡിൽസ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് നിങ്ങൾക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ഫോർക്ക് എടുത്തിട്ട് 2 സൈഡൊന്നും അങ്ങനെ ഓരോന്ന് കുടഞ്ഞിട്ട് ഇളക്കിയെടുക്കുക. മൊത്തത്തിൽ കുത്തി ഇളക്കി ആ ഒരു നൂഡിൽസ് പൊട്ടിപ്പോകരുത് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട രീതിയിൽ അങ്ങനെ ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു നൂഡിൽസ്, ഈ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാവും തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കലാണ്. അപ്പോൾ അതാ ചപ്പാത്തി ഞാൻ ഒരുവിധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒരു കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും വേവാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കും, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലാണ്. പക്ഷെ നേരെ മറിച്ച് അത് നന്നായിട്ട് വെന്തതാണെങ്കിൽ കുഴഞ്ഞിട്ട് ഇങ്ങനെ നല്ലൊരു തിക്ക് ഗ്രേവിയുള്ളൊരു കറിയായിട്ട് മാറും കേട്ടോ. അത് സിമ്പിളാണെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഒരു OTGൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, എനിക്കും ഉണ്ടായിരുന്ന സംശയമാണ്, നമ്മൾ ഓവൻ വാങ്ങിക്കുമ്പോൾ OTG വാങ്ങിക്കണോ മൈക്രോവേവ് വാങ്ങിക്കണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹീറ്റിംഗ് പ്രോസസ്സാണ്, ചൂടാക്കാൻ പാല് അല്ലെങ്കിൽ മറ്റുള്ള പഴയ ഫുഡ് കാര്യങ്ങൾ ചൂടാക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചൂടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ മൈക്രോവേവിലുള്ള കേക്ക് റെസിപ്പീസൊക്കെ ഇപ്പോൾ ഉണ്ട്. എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കേക്ക്, അതായത് ബേക്കിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ OTG തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചൂടാക്കുക അല്ലെങ്കിൽ റീഹീറ്റ് ചെയ്യുക എന്നുള്ള ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്രോവേവ് മാത്രം വാങ്ങിച്ചാൽ മതി. അല്ലാത്തവർ ബേക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ OTG വാങ്ങിക്കട്ടോ. ഇനി രണ്ടും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ചൂടാക്കേണ്ട ആവശ്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ വരില്ല, അതുകൊണ്ടാണ് ഞാൻ OTG യൂസ് ചെയ്യുന്നത്. അപ്പോൾ OTG എന്ന് പറഞ്ഞാൽ തന്നെ ഓവൻ, ടോസ്റ്റർ, ഗ്രില്ല് എന്നാണ്. അപ്പോൾ ഓവൻ്റെ അതായത് ബേക്കിംഗ് പേർപ്പസും ടോസ്റ്റ് ചെയ്യുക, ഗ്രില്ല് ചെയ്യുക, ആ 3 പേർപ്പസ് നമുക്ക് നടക്കും. മൈക്രോവേവിലും ഇപ്പോൾ ഗ്രില്ല് ഓപ്ഷൻ കൂടി വരുന്ന കോംബി ടൈപ്പ് മൈക്രോവേവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ 3 നോബാണുള്ളത്. ആദ്യത്തേത് ടെമ്പറേച്ചർ സെലക്ട് ചെയ്യാൻ, രണ്ടാമത്തേത് ഫംഗ്ഷന്, മൂന്നാമത്തേത് ടൈമറാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 9 ഫംഗ്ഷൻ ഓവനാണ്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് സ്ലീക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആണ്. അപ്പോൾ ഇത് നമ്മൾ കിച്ചൺ ചെയ്തത് സ്ലീക്ക് എന്നുള്ള ബ്രാൻഡിൻ്റെ കിച്ചണാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓവനും ഹുഡും ഹോബും ഒക്കെ നമ്മൾ അവരുടെ തന്നെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലുള്ള ഈ ഒരു ഗ്ലൗസ് അത് ആവശ്യം ഉണ്ടാവും കേട്ടോ. നമുക്ക് ചൂടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാനും വെക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു റോട്ടിസറി ഫംഗ്ഷനുള്ള ഓവനാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ കൂടെ റോട്ടിസറി അറ്റാച്ച്മെൻറ്റ് കൂടി ഉണ്ട്. എല്ലാ ഓവനും ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റോട്ടിസറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ ഉള്ളത് ഓവനെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡ് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കുക, അതിൻ്റെ ഹാൻഡിൽ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഹാൻഡിൽ ഇങ്ങനെ ഇതുപോലെ 2 ക്ലിപ്പ് ഉണ്ടാവും. ഈ 2 ക്ലിപ്പ് നമുക്ക് ലൂസാക്കി എടുക്കാം. അതിൽ നമ്മൾ ആ ഒരു ഫുൾ ചിക്കൻ അതിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് തിരിച്ച് വെച്ചിട്ട് വീണ്ടും ക്ലിപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ ഒരു റോട്ടിസറി റോഡ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഈ റോഡ് നമ്മൾ ആ ഒരു സ്പെസിഫിക് സ്ലോട്ട് ഉണ്ടാവും, അതിൽ നമ്മൾ കുത്തി വെച്ചിട്ട് ഇതിലിങ്ങനെ ഹാങ് ചെയ്തിടുക ചെയ്യുക. അപ്പോൾ അത് വർക്കാവുന്നതിനനുസരിച്ച് ആ റോഡ് ഇങ്ങനെ തിരിഞ്ഞിട്ട് നമുക്ക് ആ റോട്ടിസറി കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു ഷവായൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഒറിജിനൽ റെസിപ്പിയാണ് കേട്ടോ. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു OTG ഇതുപോലെ റോട്ടിസറി ഓവൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നെ കൊടുക്കുക, ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതിലുണ്ട് ഈ ഒരു ഓവൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ റോട്ടിസറി ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചിക്കൻ അതിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹാൻഡിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഊരിയെടുത്തിട്ട് ശേഷം ഈ ഒരു ഓവൻ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചിതുപോലെ തുറന്നിട്ട് ഹാൻഡിൽ വീണ്ടും പ്ലേസ് ചെയ്തിട്ട് വേണം നമുക്ക് ആ റോഡൊന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല ചൂടുണ്ടാവും, ആ ഒരു ഗ്ലൗസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവൻ്റെ സ്വിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കും, നോബ് തിരിച്ചിട്ട്. അതിന്ന് നമുക്ക് വേണ്ട ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് കോയിലിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ. എന്നിട്ട് ടൈമറും കൂടി ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഓവൻ ഓൺ ആവും കേട്ടോ. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ നമുക്ക് അപ്പർ കോയിൽ, ലോവർ കോയിൽ, അതുപോലെ തന്നെ ഫാനിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക. പിന്നെ അതിനുശേഷം ഈ ഒരു ടൈമർ നമ്മൾ അതിൻ്റെ സമയമാകുമ്പോൾ അതിങ്ങനെ റിവേഴ്സ് അടിച്ചുകൊണ്ട് വരും. അപ്പോൾ ടൈമർ കറക്റ്റ് ആവുന്ന സമയത്ത് ഒരു സൗണ്ടോട് കൂടി തന്നെ ഇത് ഓഫ് ആവുകയും ചെയ്യും കേട്ടോ. ഇനി റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു ഡോർ ഒന്ന് തുറന്നിടുക, ഒരു ടെമ്പറേച്ചർ കൂൾ ഡൗൺ ചെയ്യാനാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി വേവണം എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടൈം കുറച്ച് വെച്ചിട്ട് ഓഫ് ആയതിനു ശേഷം ഇതുപോലെ തുറക്കാതെ അടിച്ച് വെക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി സേവ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി ഞാനിതിൻ്റെ ക്ലീനിങ് ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു ഓവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്, എന്തൊക്കെ സൊല്യൂഷനാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ആ ഒരു നോബും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വെച്ച് ചൂടൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാതെ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 0 ഓയിലായിട്ട് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഇതിനുള്ളിലുള്ള ആ ഒരു ഗ്രിൽ റാക്കും ആ ഒരു ബേക്കിംഗ് ട്രേയും ഞാൻ എടുത്ത് മാറ്റാണ്. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ട്രേയിൽ നിങ്ങൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാവാതെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫോയിൽ പേപ്പർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേ നന്നായിട്ട് മോശമായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഫസ്റ്റത്തെ റൗണ്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ അപ്പക്കാരാണ് എടുത്തത്. ബേക്കിംഗ് സോഡ, അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണോളം സാധാരണ നമ്മൾ വൈറ്റ് വിനാഗിരി സുർക്ക അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊരു 2-3 ടീസ്പൂണോ ഡ്രോപ്പോ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഈ ഒരു മിക്സ് മൊത്തത്തിൽ എല്ലാ ഭാഗത്തും നമ്മൾ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയത്. അപ്പോൾ ഒരുപാട് ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്കെയിൽ പോലെ ഇങ്ങനെ ഓരോന്നുണ്ടാവും, തുരുമ്പൊടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ യൂസിന് ശേഷം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നമ്മൾ കേക്കൊക്കെയാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, ഇത്ര പാടുണ്ടാവില്ല. ഇതിപ്പോൾ ചിക്കൻ അങ്ങനെയുള്ള മസാലയുള്ള ഐറ്റംസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം കേട്ടോ. കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ക്ലീനായി കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചൊക്കെ ആ ഒരു നമ്മളുണ്ടാക്കിയ ഡിഷിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഇത് അതിന് ശേഷം നമ്മൾ നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്തിട്ട് ആ ഒരു സോപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്ത് കളയുക ചെയ്യുക കേട്ടോ. ഒന്നിങ്ങനെ ഒലുമ്പി കൊണ്ടുവന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ തുടച്ചെടുക്കുക ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന വേറൊരു ഏരിയയാണ് ഈ ഒരു വാഷറുള്ള ഏരിയ കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ നമ്മളിതുപോലുള്ള ഓവർ മസാല ഉള്ള സാധനങ്ങളൊക്കെ കുക്ക് ചെയ്താൽ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും ആ ഒരു കരിഞ്ഞ പാർട്ടും മസാല ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വാഷർ നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാതെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആ ഒരു ക്ലോത്ത് ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫൈനൽ കുറച്ച് സമയം ഇതൊന്നും തുറന്നിടുക, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കി വന്ന ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ഞാൻ നേരത്തെ മാറ്റിയ ആ ഒരു ബേക്കിംഗ് ട്രേയും ആ ഒരു വയർ റാക്കും ഗ്രിൽ റാക്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം സൊല്യൂഷൻ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല വെട്ടി തിളങ്ങുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പോവാണ്. പിന്നെ ഇതുപോലെ നമുക്ക് കുറേ കയ്പ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം കയ്പ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രുവാണ്, എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ കയ്പ്പ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ഹസ്ബൻഡിന് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കിയാൽ കഴിക്കേണ്ടി വരുള്ളൂ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി അതൊന്ന് വറ്റലാക്കി എടുക്കാൻ വിചാരിച്ചു. അതായത് നമ്മൾ കയ്പ്പൊക്കെ ഉണ്ടാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്പ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി പോവാട്ടോ.
ഇനി അതൊക്കെ ഒന്നിങ്ങനെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാട് കട്ടില്ലാതെ കുരുവൊന്നും കളയേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ റൗണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കയ്പ്പൊക്കെ കിട്ടുന്ന, ഇപ്പോൾ കയ്പ്പിൻ്റെ സീസണാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വറ്റലാക്കി വെച്ചാൽ നമുക്ക് വർഷം മുഴുവൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഉണങ്ങി കഴിയുമ്പം ഇത്ര ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും സാധനം ഉണ്ടെങ്കിൽ വളരെ കുറച്ച് സാധനം നമുക്ക് കിട്ടുള്ളൂ. അത് പ്രതീക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അത് അവസാനത്തെ കയ്പ് ഞാൻ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ ഞാൻ വറ്റലിനെടുക്കുള്ളൂ, ബാക്കി പകുതി ഞാനൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ മതി നമുക്ക് രണ്ടാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കയ്പയിലേക്ക് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർക്കുക, കാരണം എങ്കിലാണ് കയ്പയിൽ അത് പിടിക്കുള്ളൂ കേട്ടോ. ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് ചേർക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു കായം തേക്കുന്നൊക്കെ പോലെ അങ്ങനെ ഒരു മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ളൊരു മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കയ്പങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം മൊത്തത്തിലിട്ടിട്ട് ഉടച്ചെടുക്കരുത്, ആ ഒരു കുരുവൊന്നും ലൂസാവാത്ത രീതിയിൽ ഇങ്ങനെ കുടഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു കയ്പങ്ങൾക്കൊന്ന് ആവി കയറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ആവിച്ചെമ്പ് ഞാനിങ്ങനെ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു കയ്പങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുക. മൊത്തത്തിൽ അമർത്തി ഇടാതെ ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഒരു ട്രിപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഓരോ ട്രിപ്പായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഒരുപാട് നേരം ആവി കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. കാരണം അടച്ച് വെച്ചാൽ ആവി ഇങ്ങനെ വെള്ളം പോലായിട്ട് അതിൻ്റെ ആ ഒരു സത്തൊക്കെ താഴെയുള്ള വെള്ളത്തിലേക്ക് വീണും. അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെ ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇടയ്ക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കുക. എന്നാൽ അടിയിലുള്ളത് മേലേക്കുള്ളത് താഴേക്കും ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വെന്ത് കുഴഞ്ഞു പോകേണ്ട അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. ഒന്ന് വാടി വന്നാൽ മതി, എന്നാൽ തന്നെ ഈ ഒരു കയ്പ റെഡി ആവും കേട്ടോ. ശേഷം ചൂടോടെ തന്നെ ഇതുപോലെ ഇങ്ങനെ തട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരന്ന ഒരു പാത്രത്തിലേക്കോ ചാക്കിലേക്കോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പരത്തിയിട്ടെടുക്കുക. ഒന്നിൽ തൊടാത്ത രീതിയിൽ മൊത്തം പരത്തിയിട്ടതിന് ശേഷം നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കി പിറ്റേന്ന് തന്നെ ഒരു 3-4 ദിവസം മഴ തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം വീണ്ടും വെയിൽ കിട്ടി. അപ്പോൾ എന്നാലും ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഇഞ്ചി വെച്ചിട്ട് ചുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഇങ്ങനെ കുറേ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. കുറേ കാലത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അന്ന് കാണിച്ച അത്രയും ഇഞ്ചി ഉണക്കിയെടുത്തിട്ട് നമുക്ക് ആകെ ഇത്തിരി ചുക്കേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെയിലത്ത് വെച്ചതിന് ശേഷം ഇടയ്ക്ക് പോയിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ എല്ലാ ഭാഗവും വെയിലുണ്ടിട്ട് റെഡി ആവുള്ളൂ. പിന്നെ വൈകുന്നേരം ഇതാ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ സ്കേറ്റിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു പാലത്തിൻ്റെ അടിയിൽ, അതായത് നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന NH-ലാണ് പോയത്. അപ്പോൾ അന്ന് അവിടെ പോയ സമയത്ത് ഒരു ക്ലബിൻ്റെ കീഴിലുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അവർ സ്കേറ്റിങ്ങിൻ്റെ മത്സരത്തിനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ കേശത അങ്ങനെ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് അവർ ഇങ്ങനെ മത്സരത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് കണ്ടപ്പോൾ ഒന്നുകൂടി ഒരു ഹരായി. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മോശമാണെങ്കിലും നല്ലതാണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.
പിന്നെ ഇതിൻ്റെ കൂടെ ലാസ്റ്റിൽ ഞാൻ കേശൻ്റെ റേക്കൻ്റെ ബർത്ത്ഡേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ സെലിബ്രേഷനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും കേശൻ്റെതാണെങ്കിലും അങ്ങനെ ഭയങ്കര വലിയ സെലിബ്രേഷനായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. എപ്പോഴെങ്കിലും ഒരു കേക്ക് കട്ടിങ്, അത് എല്ലാ ബർത്ത്ഡേക്കൊന്നും ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തോ അങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നി. അപ്പോൾ അങ്ങനെ രണ്ടാളെ ബർത്ത്ഡേക്ക് ഓരോ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ബാക്കിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടോ കേട്ടോ.